ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു 2 പച്ചമുളക് ഇതുപോലെ റൗണ്ടിനായി കട്ട് ചെയ്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. ഇനി പൊടികളുടെ എല്ലാ റോസ്മെല്ല് മാറി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഉപ്പിട്ട് വേവിച്ചെടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ചൂടേറിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചീന്തി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചിക്കൻ ആ മസാലയിൽ കിടന്ന് നല്ലതുപോലെ ആ മസാലയോട് യോജിച്ച് വരണം. അതുപോലെ തന്നെ ചിക്കനിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോയി നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാനായിട്ട് നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 സമൂസ ഷീറ്റ് എടുക്കുക. അതിങ്ങനെ ക്രോസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കിതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ അടിയിലത്തെ ഷീറ്റ് എടുത്ത് ഇതുപോലെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ ഷീറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഷീറ്റ് നമ്മൾ വെളിച്ചെണ്ണയിലിടുമ്പോൾ ഇങ്ങനെ പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് മൈദ പച്ചവെള്ളത്തിൽ കലക്കിയെടുക്കുക. അത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒന്നും പൊട്ടിപ്പോവില്ല. ഇതുപോലെ ആക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാതും തയ്യാറാക്കിയെടുക്കാം. ഈ സമൂസ ഷീറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ എണ്ണ ചൂടായി വരുമ്പോൾ അത് നമ്മൾ വീണ്ടും അത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇതാ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ 2 ഭാഗവും നമ്മളിതുപോലെ നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ആക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദി.